നമസ്കാരം. സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ഇവിടെ ഫ്രം ദി കിച്ചൺ എന്ന് പറയുന്ന ഒരു സംരംഭകയായിട്ടുള്ള രാജചേച്ചിയുടെ ഒപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്ന് ചേച്ചി നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിഞ്ഞ് ചേച്ചിയുടെ കുറേ വിശേഷങ്ങളായിട്ട് നമുക്ക്. ഹലോ രാജചേച്ചി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇതാരോ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഇത് എൻ്റെ സ്വന്തം, എൻ്റെ ശക്തി, എൻ്റെ സ്വന്തം. എന്റെ ശക്തി. ഹസ്ബൻഡാണ്. പേര് പറഞ്ഞത് ശക്തിധരൻ. ശക്തി പോലെ തന്നെ ശക്തിധരൻ എന്നാണ് പേര്. എങ്ങനെ പോകുന്നു ഫ്രം ദി കിച്ചന്റെ പരിപാടികളൊക്കെ? കിച്ചന്റെ പരിപാടി നന്നായിട്ട് പോകുന്നുണ്ട്. വർക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അല്ലേ? തിരക്കിനിടയ്ക്കാണ് ചേച്ചി നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാൻ പോകുന്നത് അല്ലേ? അതെ. ചേച്ചി എങ്ങനെയാ ഫുഡ് നമ്മൾ പാഴ്സൽ മാത്രമാണോ ഇവിടെ ചെയ്യുന്നത്? മാത്രം, അല്ലാതെ ഇവിടെ വന്ന് കഴിക്കാൻ പുറത്തെന്തെങ്കിലും നോക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒരു ടേക്ക് അവേ, അതും ഡൈനിങ് അത്യാവശ്യം ഞാൻ ചെയ്യുന്നില്ല, ഒരു ടേക്ക് അവേ കൗണ്ടർ പുറത്തോട്ട് വന്ന് ചെയ്യാനുള്ളൊരു നടത്തുന്നു. അങ്ങനെ അച്ഛനും മോനും ഒരാഗ്രഹം പറയുന്നുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ ഡോറയിലൊരു ഇത് കണ്ടു, അതായത് ഡെലിവറി പാർട്ട്നേഴ്സിന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും. അതെന്താണ് സംഭവം? അത് സംഭവം സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി പാർട്ട്നേഴ്സിന് നമ്മൾ ഇവിടെ ഓർഡർ എടുക്കാൻ വരുന്നവർക്ക് എന്താണോ നമ്മൾക്ക് ഉള്ളത് ആ സമയത്ത്. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണാണെങ്കിൽ ഊണ്, ഇപ്പം വൈകിട്ട് സ്നാക്സോ ചായയോ പഴമോ വെള്ളം എന്താണ് ഇവിടെ ഉള്ളത് അതവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരുടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാജചേച്ചിയുടെ മക്കള്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കാണ്, ഏവിയേഷൻ പഠിക്കാൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഇതെന്ത് മീനായിച്ചി? ഇത് അയല. അയല എന്ത് ചെയ്യാനായിട്ടാ? അയല കറി വെക്കാം. സാധാ കറിയാണോ അതോ ചേച്ചിയുടെ സ്പെഷ്യൽ കറി? സ്പെഷ്യൽ കറി. അപ്പൊ ചേച്ചിയുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ചേച്ചി ഇങ്ങനെ ഇത് വെട്ടി അത് റെഡിയാക്കുക. എനിക്ക് മീൻ വെട്ടാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. അതെ, ഞാൻ നോക്കി നിൽക്കാറേ ഉള്ളൂ. എന്റെ മോക്കും മീൻ നന്നാക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് കറിയൊക്കെ ഉള്ള അത്യാവശ്യം കറി വെക്കാൻ അറിയാം, എന്നാലും എനിക്ക് ഒരുക്കി എടുക്കാൻ അറിഞ്ഞൂടാ. എങ്ങനെ നമ്മൾ തലയോടെ തന്നെയാണോ കറി വെക്കുക? ഞാനിത് ഇപ്പൊ പീസാക്കി ഇട്ടിട്ട് വെക്കാം. ഇല്ലെങ്കിലും വറക്കാനാണെങ്കിൽ ഞാനിങ്ങനെ തന്നെ വറക്കും. ഫുള്ളായിട്ട് വെച്ചു. ഉച്ചക്ക് എങ്ങനെ ഊണ്? മീൻകറി, മോര്, സാമ്പാർ, മീൻകറി. പിന്നെ ചില ദിവസങ്ങളിൽ വറക്കുന്നതും ഉണ്ടാവും. എത്ര തവണ ഇങ്ങനെ വെളുക്കുന്നത് വരെ ഞാൻ കഴിക്കും. മൊത്തം കളഞ്ഞെടുക്കും. അതിന്റെ ഒരു ഇതും ബാക്കിയിരിക്കരുത്. കാരണം കളറുകളും ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ ഞാനിങ്ങനെ വെള്ളം തുറന്നങ്ങ് വിടും. അതെ. ഇതെന്റെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി ഇത് ഇത്രയും ചേർത്തിട്ടുള്ളൊരു സ്പെഷ്യൽ. അത് ഇവിടെ നമുക്ക് ഇതിനകത്തുണ്ട്, സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഉണ്ട്. ഫ്രം ദ കിച്ചൺ സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ട്. എന്നൊക്കെയാ ഈ കറിക്ക് നമ്മളിടുന്നത്? ഇഞ്ചി, വെളുത്തുള്ളി പറഞ്ഞു, തക്കാളി പറഞ്ഞു, പിന്നെ സവാള ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി അരിഞ്ഞ് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കും. ഇതെല്ലാം വഴറ്റിയെടുത്തിട്ടാണ് പിന്നെ ബാക്കി ചേരുവകൾ പിന്നീട്. ആദ്യം ഇതെത്രയൊന്ന് അരിഞ്ഞുകൊണ്ട് നമുക്ക് പോവാം അല്ലേ? പോകാം. ഒത്തിരി സമയം എടുക്കുമോ ഇതുണ്ടാക്കി എടുക്കാൻ? ഇല്ല, പെട്ടെന്ന് തന്നെ റെഡി. ഇവിടെ ഇപ്പം സാധനങ്ങൾ ഓൺലൈനിൽ കൊടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് സാധനങ്ങളാക്കും അല്ലേ? നല്ല ഇഞ്ചി, നാടൻ ഇഞ്ചിയാണ്. ഞങ്ങൾ കൂടുതൽ സാധനങ്ങളും നാടൻ കിട്ടുന്നതെല്ലാം ഞങ്ങൾ നാടൻ തന്നെ. അതിനൊരു പ്രത്യേക രുചിയല്ലേ? നമ്മൾ ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം ഞങ്ങൾ തന്നെ വാങ്ങി പൊടിച്ചെടുക്കുന്നത്. പ്രത്യേക രുചിയുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിലും ആട്ടുന്നിടത്തുനിന്ന് ഡയറക്റ്റ് മേടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ എടുക്കുന്നത്. എല്ലാം പൊടികളും മഞ്ഞപ്പൊടിയാണെങ്കിലും ഒക്കെ നമ്മുടെ പറമ്പിലെ മഞ്ഞൾ ഉണക്കി അങ്ങനെ പൊടിച്ചെടുക്കുന്ന. കുരുമുളക് ഭയങ്കര ഫാസ്റ്റാണ്. ഡെയിലി ഇതല്ലേ നമുക്ക്. അതെ, അതുകൊണ്ട് പിന്നെ എല്ലാം പെട്ടെന്ന് ഇനി നമുക്കിത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം അല്ലേ? നമ്മൾ വഴറ്റുക അല്ലേ? ഉലുവയും
നമ്മൾ ഉലുവ ഇടും. ഉലുവ പിന്നെ ഇത്തിരി കടുക്, ശകലം കടുക് ഇടും. കടുക് കൂടിപ്പോയാൽ ഒരു കയ്പ് വരും. ആവശ്യത്തിനുള്ള ഇട്ടാൽ മതിയല്ലോ. ഇട്ടാൽ മതി. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടും. ചേച്ചിയുടെ സ്വന്തം സ്ഥലം ഇവിടെയാണോ? ആലുവ തന്നെയാണോ? അല്ല, എൻ്റെ സ്ഥലം കൊല്ലം. കൊല്ലംകാരിയാണ്. കൊല്ലംകാരി എങ്ങനെ എറണാകുളത്ത് ആലുവയിൽ ഇങ്ങനെ ഒരു ഇത് തുടങ്ങി? ആലുവയിൽ അതൊരു വലിയ കഥയാണ്. അത് നമുക്ക് കഥ കേൾക്കണമല്ലോ അല്ലേ? ആലുവയിൽ നമ്മൾ ശരിക്കും അവിടുന്ന് ജോലിക്കായിട്ട് നമ്മൾ എറണാകുളത്തേക്ക് വന്നവരാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ജോലിയായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കോവിഡ് നമ്മളെ പിടിച്ച് മുറുക്കിയത്. കോവിഡും പ്രളയവും എല്ലാം വന്നല്ലോ. 2018 പ്രളയം. ആ പ്രളയത്തിൽ നമുക്ക് അത്യാവശ്യം അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം ശരിക്കും ആ പ്രളയത്തിൽ നമുക്ക് പോയി. അതിൽ പോയി നമ്മൾ ശരിക്കും മാനസികമായിട്ട്. അപ്പം നാട്ടുകാരൊക്കെ എന്നെ കളിയാക്കാനും തുടങ്ങി. ആലുവയിൽ താമസത്തിന് പോയി, എന്തായാലും ഉണ്ടായിരുന്ന എല്ലാം വെള്ളം കൊണ്ടുപോയി. ഇവിടെ എങ്ങാനും കിടന്നുകൂടായിരുന്നോ? സത്യം, പരിഹാസം. ഇവിടെ എങ്ങാനും കിടന്നിരുന്നെങ്കിൽ വല്ലതും സംഭവിക്കുമായിരുന്നോ? അപ്പൊ ആലുവയിൽ താമസത്തിന് പോയിട്ടല്ലേ അങ്ങനെ പറ്റിയത്. അത്യാവശ്യമായിപ്പോയി എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, എന്റെ ബന്ധുക്കൾ തന്നെ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കൂടെ സവാള അതൊന്നും മറന്നു രണ്ടും കൂടെ മിക്സ് ആയിരിക്കും. അപ്പം അതിന് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പം അതിൻ്റെ ഒരു മണം കൂടെ കിട്ടും. നമുക്ക് സാധാരണ പോലെ ഒത്തിരി അങ്ങനെ അങ്ങ് മൂക്കണ്ട കേട്ടോ. ഒരു ഇങ്ങനെ ഒന്ന് വാടി കിട്ടിയാൽ മതി. കരിമുരാന്നാവണ്ട. ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. മീൻകറിക്ക് എത്ര മല്ലിപ്പൊടി ആവശ്യമുണ്ടോ അത്രയും മല്ലിപ്പൊടി ഞാൻ ഇടുക. ആ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതാ ബാക്കി പൊടി എന്ന് പറയുമ്പം പിന്നെ മഞ്ഞപ്പൊടി കൂടി മാത്രമേ ഞാൻ ഇതിൽ ചേർക്കൂ. ഇതിൽ മുളക് പൊടി ഞാനിപ്പോൾ ഇതിൽ ചേർക്കില്ല. ഇത് മൂത്തപ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഈ തക്കാളി കൂടെ അങ്ങ് ചേർക്കും. ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയണ്ടല്ലേ? വേണ്ട. ഇത്തിരി കഷ്ണം ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. കറിയിൽ ഇതിന്റെ മണം വരുന്നുണ്ട് ഇതല്ലേ. ഒന്ന് നമ്മുടെ നാടൻ നമ്മൾ തന്നെ വാങ്ങിച്ചെടുത്ത മഞ്ഞളും മല്ലിപ്പൊടി എല്ലാം പൊടികളെല്ലാം അങ്ങനെ തന്നെ. ബാക്കി പരിപാടി ഇനി കുറച്ച് എണ്ണ മതി. നമ്മൾ എണ്ണ ചേർത്തതല്ലേ, വറുത്തെടുത്താണല്ലോ. പൊടിച്ച് കടുക് ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ അവിടെ കടുകൊക്കെ ചേർത്തതാണല്ലോ. ഇത്തിരി കറിവേപ്പില ആ ഒരു മണം ഇട്ടാൽ മതി. ഇത് കാശ്മീരി അല്ലാത്ത സാധാരണ മുളകും കൂടെ വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച്. അപ്പൊ എരിവും കുറയും, കളറ് കിട്ടും. അപ്പൊ ആ ഒരു നല്ല അല്ലാത്ത മുളക് മാത്രമാകുമ്പോൾ എരിവ് കൂടുതലാണ്. ഈ കൂടെ തന്നെ നമ്മൾ മുളക് പൊടി ഇടുകയാണ്. ഇതിൽ മുളക് പൊടി ഇട്ടൊന്ന് വറക്കും. അപ്പോഴാണ് ആ കറിക്ക് നല്ല ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമുക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ളവരിടുക അല്ലേ ഉള്ളത്. നമ്മുടെ കറിയുടെ കറക്റ്റ് ഇതിനുള്ള തീ കുറച്ച് വെച്ചിട്ട് ഇത് അത്യാവശ്യം എണ്ണയിലങ്ങ് പറക്കും. അപ്പം ഇന്നലെ എൻ്റെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചു ചോദിച്ചു, എന്താ 2 ദിവസം കൊണ്ട് ഓൺലൈനിൽ മുട്ടക്കറി ഇല്ലാത്തത്, നാളെയെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ കണ്ട നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്. കറി വറ്റി വരുമ്പോൾ നമുക്ക് വറുത്തരച്ച കറിയുടെ ഒരു ഇത് വരും അല്ലേ, ഫീൽ കിട്ടും. നമ്മള് മുളക് പൊടി മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അരച്ച് വെച്ച ഇതിലേക്ക് ചേർത്ത് അല്ലേ, ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു. വെള്ളവും ചേർത്ത്
നന്നായിട്ട് ഇത് ചൂടായി വരുമ്പോഴത്തേനുമാണോ ചേച്ചി നമ്മൾ പുളി ഇടുന്നേ? പിന്നെ നമുക്ക് പുളിയും ഇട്ട് കൊടുക്കാം. പുളി ഞാൻ കഴുകി ചൂടുവെള്ളത്തിലിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്നത് അതിന് ഞാൻ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മതി, അത്യാവശ്യം നല്ല പുളിയുള്ളതായതുകൊണ്ട് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ്. പിന്നെ ഇനി ഇതിലേക്കൊരു 2 തക്കാളി കൂടെ ചേർക്കും. ഓരോ ദിവസം സ്പെഷ്യലാണോ ചേച്ചി? ഓരോ ദിവസം ഓരോ മീനുകളായിരിക്കും. ഇങ്ങനെ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ പറഞ്ഞുണ്ടാവും. അങ്ങനെ മൺഡേ ട്യൂസ്ഡേ എന്നില്ല, നമുക്ക് മീൻ കിട്ടുന്നതനുസരിച്ച് ഓരോ ദിവസവും എന്ത് മീനാണോ കിട്ടുന്നതനുസരിച്ച് സ്പെഷ്യൽ ഉണ്ടാവും. തക്കാളി ഇടാം അല്ലേ? തക്കാളി ഇട്ടു. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കും. കുറച്ച് സമയം ഇരുന്ന് ഇവിടെ നിന്ന് തിളയ്ക്കണം. എത്ര സമയം എടുക്കും ചേച്ചി? 1/2 മണി 10-15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് പിന്നെ എടുക്കും. നന്നായിട്ടങ്ങ് വെട്ടി തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മീൻ ഇടുള്ളൂ, ഇല്ലെങ്കിൽ മീൻ കലങ്ങിപ്പോവും. അയില ആയതുകൊണ്ട് കുറച്ച് വേവില്ല. പിന്നെ ചൂര അങ്ങനെയുള്ള മീനാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കും. എങ്ങനെയാണോ മീനിന്റെ ഏത് മീനാണ് ഉപയോഗിക്കുന്നത് വലിപ്പം, എല്ലാ മീനും നമുക്ക് ഈ രീതിയിൽ കറി വെക്കാമല്ലോ. വെക്കാം. നമുക്കിതിന്റെ ഉപ്പ് മാറ്റിയിട്ട് ഇനി ഒന്ന് നോക്കാം, ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി മീൻ കഴുകി വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കുള്ളൂ. അപ്പൊ അതിനെന്തെങ്കിലും മണമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ അല്ലേ? അതൊക്കെ അങ്ങ് പോയി അവിടെ തന്നെ കിടക്കും. നമുക്കൊന്ന് അടച്ചങ്ങ് വയ്ക്കാം. അപ്പൊ ഇതൊന്ന് നല്ലപോലെ അടച്ചു നല്ലപോലെ ഒന്ന്. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? നല്ല ചോറ്, നല്ല കുത്തിരി ചോറും പയറും ഒക്കെ ഉണ്ട്. സാമ്പാർ, മീൻ കറി, ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റങ്ങളെല്ലാം തന്നെ ഉണ്ട്. തക്കാളി. സാമ്പാറിൽ ഇതിൽ ഒഴിക്കുന്നില്ല ഞാനിപ്പോ, കാരണം എന്നാലേ മീൻകറിയുടെ രുചി അറിയാൻ ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ചേച്ചിയുടെ സ്പെഷ്യൽ മീൻകറി കൂട്ടി ചേച്ചി സ്പെഷ്യൽ മീൻകറി ഫ്രം ദ കിച്ചൺ സ്പെഷ്യൽ. അതെ, ഫ്രം ദ കിച്ചൺ അങ്ങനെയാണ്. ഫ്രം ദ കിച്ചൺ സ്പെഷ്യൽ. ഒരു മീൻ കഷ്ണം കൂടെ എടുത്തേക്കാം അല്ലേ? അപ്പോഴല്ലേ രുചി. മീൻ കഷ്ണം കൊണ്ടൊന്ന് ഇഷ്ടം പോലെ. എനിക്കിങ്ങനെ വെള്ളം വരും. കൊതി. ഓക്കെ, കഴിക്കാം. തേങ്ങ അരച്ച് വെച്ചാലുണ്ട് ഉണ്ടല്ലേ? ആ ഒരു തേങ്ങ വറുത്തരച്ച ആ ഒരു രുചിയുണ്ട്. കൊള്ളാട്ടോ, അടിപൊളി സാധനം. മീൻചാറ് കൊള്ളാം. അപ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി എരിവും ഇല്ല. അത് കാരണം കാശ്മീരി മുളക് ചേർക്കുന്നത് കൊണ്ട് കളറ് കിട്ടും, എരിവ് കൂടില്ല. നല്ല ഉപ്പും പുളിയൊക്കെ എങ്ങനെ കറക്റ്റ് സാധനം. ഒന്നാമത്തെ കറി ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഞാൻ അങ്ങനെ മീൻ വലിയ കൂട്ടുന്ന ആളൊന്നുമല്ല, പക്ഷെ നല്ല കഷ്ണത്തെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അത്രയും നേരം വെച്ചത് കൊണ്ടാണ് സമയം നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കറി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു നാളെ രാവിലെ ഒന്ന് ചട്ടിയിൽ തന്നെ വെച്ചിരുന്നിട്ട് നാളെ രാവിലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് വരുന്നത്. അവ നല്ല അടിപൊളി മീൻകറിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചേച്ചി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചാൽ മതി. ചേച്ചി പുതിയ പുതിയ ഐറ്റംസ്, ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ചിരട്ടപ്പുട്ടും അതെ, ഞങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അതെ ഉണ്ടാക്കി തരും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചിയെ വിളിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ചേച്ചി ഇത് അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടി ചേച്ചി ലൊക്കേഷനും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ കയറി ഫ്രം ദ കിച്ചൺ കൊടുത്താൽ കറക്റ്റ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലുവ അങ്കമാലി ഹൈവേ സെമിനാരിപ്പടി. അതെ, അപ്പോൾ വീഡിയോ കാണുക,
കമൻസുകളെല്ലാം ചേച്ചീനെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.